ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ വന്നിരിക്കുന്നൊരു ക്യാരി ബാഗ് ഉപയോഗിച്ചിട്ടുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. പ്ലാസ്റ്റിക് കവർ നിരോധിച്ചപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്നത് ഇങ്ങനത്തെ കവറുകളാണ്. ഇത് പല കളറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇങ്ങനത്തെ കവർ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇങ്ങനത്തെ ഫാബ്രിക്കിൻ്റെ ക്യാരി ബാഗ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ടൈപ്പ് ഫ്ലവേഴ്സും ക്രാഫ്റ്റ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നിവിടെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫ്ലവറായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം കത്രിക ഉപയോഗിച്ചിട്ട് ചെറിയൊരു പീസ് ഇതിന് മുറിച്ചെടുക്കണം. അധികം വീതി ഇല്ലാത്തൊരു പീസാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടത്. ഇങ്ങനെ വെട്ടിയെടുത്ത ശേഷം നമുക്ക് ഈ പീസ് പകുതിയാക്കി മടക്കുക. എന്നിട്ട് അത് ഒന്നും കൂടെ മടക്കിയെടുക്കണം. നമ്മളിങ്ങനെ മടക്കിയെടുത്ത ശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് കൊടുക്കുക. ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് വിട്ട് കൊടുക്കുന്നത്. നമ്മൾ വെട്ടിയെടുത്ത ശേഷം അത് നിവർത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു സൈഡ് നല്ല റഫായിട്ടുണ്ടാവും. ആ ഭാഗം പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കേണ്ടത്. ഒരു അലൂമിനിയം കമ്പി എടുത്ത് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്ത് ഈ നമ്മൾ വെട്ടിയെടുത്ത പീസിൻ്റെ ഒരു സൈഡിൽ വെക്കുക. ഇനി നമുക്ക് ഈ കമ്പി നന്നായിട്ട് റോൾ ചെയ്യാം. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യണം. ഒരു 2-3 തവണ റോൾ ചെയ്യാം. ആദ്യത്തെ 2-3 തവണ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊരു ഫോൾഡ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും റോൾ ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി റോൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു ഫോൾഡ് കൊടുക്കുക. പിന്നെ റോൾ ചെയ്യുക. ഇങ്ങനെ ഈ ഒരു ഫാബ്രിക് കഴിയുന്നവരെ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായുള്ളൊരു റോസ് പൂവിൻ്റെ ഒരു ഷേപ്പിലേക്ക് വരും. ഇങ്ങനെ പൂവിൻ്റെ ഷേപ്പിൽ നമ്മൾ റോൾ ചെയ്ത ശേഷം നമുക്കൊരു നൂല് ഉപയോഗിച്ചിട്ട് ഇതിനെ കെട്ടിക്കൊടുക്കണം. ഒരു 2-3 തവണ റോൾ ചെയ്ത ശേഷം നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഞാനിവിടെ 2 തവണ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, ഉരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയായി കൊടുക്കുക. ഇപ്പം നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു റോസാപ്പൂവായി. ഇത് കാണുമ്പോൾ നല്ല വിരിയാൻ പോകുന്ന മൊട്ട് പോലെയുണ്ട് റോസ് പൂവിൻ്റെ. നമുക്ക് ഇതേപോലെ തന്നെ ഒരു പൂവും കൂടെ ചെയ്തെടുക്കാം. ഒരു അലൂമിനിയത്തിൻ്റെ കമ്പി എടുത്ത് അതിൻ്റെ സൈഡ് ഒന്ന് വളച്ചെടുത്ത ശേഷം നമ്മുടെ ഫാബ്രിക്കിൻ്റെ ഒരു സൈഡിൽ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യണം. ഒരു 2-3 തവണ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത ശേഷം ചെറിയൊരു ഫോൾഡ് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ചൊന്ന് ലൂസാക്കി എടുത്ത് റോൾ ചെയ്യുക. വീണ്ടും ഒരു ഫോൾഡ് കൊടുക്കുക. പിന്നെ റോൾ ചെയ്യുക. പിന്നെ ഒരു ഫോൾഡ് കൊടുക്കുക. പിന്നെ റോൾ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ പൂവ് റെഡിയായി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നൂലുപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് 2-3 തവണ കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നൂലൊക്കെ നമ്മൾ കത്രിക ഉപയോഗിച്ച് വെട്ടിക്കൊടുക്കുക. നല്ല ഭംഗിയുള്ള നമ്മളെ കുഞ്ഞു റോസാപ്പൂ റെഡിയായി. ഇനി നമുക്ക് ഈ അലൂമിനിയത്തിൻ്റെ കമ്പി ഫുള്ളായിട്ട് നമുക്ക് ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് ചുറ്റിയെടുക്കണം. ഞാൻ ഇങ്ങനൊരു പീസ് താഴോട്ടാക്കി ചുറ്റിയെടുക്കും. അങ്ങനെ ആകുമ്പോൾ അത്ര പെട്ടെന്ന് അത് ലൂസാവില്ല. മറ്റേ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് മേലെയുള്ളത് ലൂസായി പോവും. ഈ ഗ്രീൻ ടാപ്പിൽ തന്നെ ഒരു പശയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വലിച്ച് ഒട്ടിക്കുമ്പം നല്ല ശരിയായിട്ട് ഒട്ടി കിട്ടും. ഇങ്ങനെ നമ്മൾ ഈ ഗ്രീൻ ടാപ്പ് പൂവിൻ്റെ സ്റ്റമ്മിൽ മുഴുവൻ ചുറ്റി കൊടുക്കുക. നമുക്ക് ഇതുപോലെ കുറേ ഫ്ലവർ ചെയ്തെടുക്കണം. ഞാനിവിടെ കുറേ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും കുറേ പൂവൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഭയങ്കര വ്യത്യാസമായി. അത് ഭയങ്കര മഴക്കാറ് വന്നിട്ട് ആകെ ഇരുട്ടായിപ്പോയി. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്ത പൂവ് ഒരു 2 പൂവ് നമ്മൾ ആദ്യം ഒന്ന് കെട്ടിയെടുക്കുക. ഒരു ഗ്രീൻ ടാപ്പ് ചെറിയൊരു പീസാക്കി എടുത്തിട്ടൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ടാൽ മതി. അതിനുശേഷം വേറൊരു പൂവും കൂടി എടുത്തൊന്ന് ഒരു ചെറിയൊരു ബണ്ടിലാക്കി എടുക്കുക. എന്നിട്ട് ഈ 3 ഫ്ലവറിൻ്റെയും സ്റ്റമ്മിൻ്റെ താഴെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള ഫ്ലവർ നമ്മൾ ചെറിയ ബണ്ടിലാക്കി മാറ്റിയെടുക്കുക.
ഇതിൻ്റെ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ ഒഴിവാക്കിയ ഫ്ലവറിൻ്റെ ലീഫ് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കിനി അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഞാനിതിൻ്റെ സ്റ്റമ്മിന് വേണ്ടിയിട്ട് ചെടിയുടെ ഉണങ്ങിയ കമ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റമ്മിന് പകരമായിട്ട് അലുമിനിയം കമ്പിയോ അല്ലെങ്കിൽ ബാംബു സ്കൂവറോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇനി ഈ കമ്പിൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ ബണ്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അറ്റത്ത് ഒരു ബണ്ടിൽ അറേഞ്ച് ചെയ്ത ശേഷം നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. എന്നിട്ട് വേറൊരു ബണ്ടിൽ വെച്ചിട്ട് വീണ്ടും ചുറ്റുക. ഞാൻ ഇതിന് ബഡ്സ് ഉണ്ടാക്കിയിട്ടില്ല. ഈ റെഡ് ഫ്ലവറിനും വൈറ്റ് ഫ്ലവറിനും ഞാൻ നേരത്തെ തന്നെ ചെയ്തെടുത്തായിരുന്നു. അതിന് ഞാൻ ബഡ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബഡ്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആദ്യം ഈ കമ്പിൻ്റെ അറ്റത്ത് ആദ്യം ബഡ്സാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അതിന് ശേഷം ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ കുറച്ച് വിട്ടിട്ടാണ് ഓരോ ബണ്ടിൽ അറേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ കുറേ ഫ്ലവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇങ്ങനെ ടൈറ്റായിട്ട് കുറേ ബണ്ടിൽ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു പൂവിൻ്റെ ഒരു കൊലയായിട്ട് കിട്ടും. ഞാനിവിടെ ഒരു 26 ഫ്ലവറാണ് ചെയ്തത്. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത എല്ലാ ഫ്ലവറും ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അടിയിലായിട്ട് ആ രണ്ട് ലീഫ് എടുത്തിട്ട് ഞാൻ ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് ചുറ്റി എടുത്തിട്ടുണ്ട്. ഈ 2 ലീഫും കൂടെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ പഴയ ലീഫൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ കവർ ഉപയോഗിച്ചിട്ട് ലീഫ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ ഈ വൈറ്റും റെഡും പൂവ് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ ഞാൻ നോക്കി, ഗ്രീൻ കളർ കവർ എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ഈ പഴയ ഒഴിവാക്കിയ ഫ്ലവറൊക്കെ തപ്പിയെടുത്തപ്പോൾ അതിൽ നിന്ന് എടുത്ത ലീഫാണ്. അപ്പോൾ ലീഫ് കിട്ടിയപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് റെഡിനും വൈറ്റിനും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 3 ഫ്ലവർ ഇവിടെ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നമ്മളിതൊരു ഒഴിവാക്കിയ ഒരു കവറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താന്ന് കണ്ടാൽ തോന്നുകയില്ല. ഫ്ലവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബോട്ടിൽ ഇതുപോലെ തന്നെ ഞാൻ ഒഴിവാക്കിയ ബോട്ടിൽ എടുത്തിട്ട് റീയൂസ് ചെയ്തതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ബോട്ടിൽ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും അത് ചെന്ന് കാണണം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, പെയിൻറ്റിങ് ഒന്നും യൂസ് ചെയ്യാത്ത നല്ലൊരു ബോട്ടിൽ വർക്കാണിത്. നിങ്ങൾക്കിനി കിട്ടുന്ന എല്ലാ കളറും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഓരോ ബണ്ടിലാക്കി ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇനി നമുക്ക് ഈ ബോട്ടിൽ എങ്ങനെ റീയൂസ് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വേസ് ആക്കി എടുക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ഒരു വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഒരു പഴയ പാത്രത്തിലോ എന്തിലേക്കെങ്കിലും കുറച്ച് ഒഴിച്ചിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് അത് ഈ കുപ്പിയിൽ മേലെ ഇങ്ങനെ ഫുള്ള് സ്പ്രെഡായി ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പെയിൻറ്റ് ആവുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിൽ മുഴുവൻ പെയിൻറ്റ് ചെയ്യുമ്പം ഒരുപാട് പെയിൻറ്റ് നമുക്ക് വേസ്റ്റ് ആവും. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പെയിൻറ്റ് മതി. അതുമാത്രമല്ല, ഈ ഒരു ബോട്ടിൽ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബേസ്മെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഈ വൈറ്റ് കളറ് അത്ര ക്ലിയർ ആയിട്ട് വേണമെന്നില്ല. ഒരു ചെറിയ ലൈറ്റായിട്ടുള്ളൊരു കോട്ടിങ് മാത്രം മതി. ഇങ്ങനെ നമ്മൾ ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിൽ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങിയ ശേഷം നമ്മൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈൻ അവിടെ വരയ്ക്കുക. ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ മതി. ഞാനിവിടെ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് സ്ക്വയറായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. നല്ല ഫുൾ സ്ക്വയറായിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ഫുള്ളായിട്ട് ബോട്ടിൽ ഡിസൈൻ ചെയ്തെടുത്ത ശേഷം പിങ്ക് ആക്രിലിക് കളർ പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപയോഗിച്ചിട്ട് ഞാനൊരു പോർഷന് ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തു. ഒരു പോർഷന് വേറൊരു പോർഷനിലേക്ക് ആവാതെ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കുക. കുറച്ചൊന്നും പുറത്ത് പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ ഈ പിങ്ക് കളർ ഫുള്ളായിട്ട് ചെയ്തെടുത്ത ശേഷം വേറൊരു ഭാഗത്തായിട്ട് വേറൊരു പോർഷനിൽ ഇതേപോലെ ചെയ്തെടുക്കുക. തൊട്ടടുത്തടുത്ത് ചെയ്യാതെ ഇങ്ങനെ വേറൊരു ഭാഗത്തായിട്ട് നമ്മൾ ഈ സെയിം കളർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ 2-3 പോർഷൻസ് വിട്ട് പല ഭാഗത്തായിട്ട് ഈ ബോട്ടിൽ മുഴുവനായിട്ട് ഇങ്ങനെ പിങ്ക് കളർ ഞാൻ ആദ്യം ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ സ്ക്വയറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും.
ഇന്ന കളർ തന്നെ ഉപയോഗിക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. ബ്രഷിൻ്റെ അറ്റം നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ടൈം എടുക്കും, പക്ഷേ നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം വെളിയിലോട്ടൊന്നും പോകാതെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വീതിയുള്ള ബ്രഷാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെയിൻറ്റ് ഫില്ല് ചെയ്യൽ കഴിയും, പക്ഷേ ചിലപ്പം പുറത്തോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഞാൻ ഈ പിങ്ക് കളർ പല പോർഷൻസിലാക്കിയിട്ട് ഇങ്ങനെ ഈ ബോട്ടിൽ മുഴുവൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ എടുക്കുന്ന റോയൽ ബ്ലൂ കളർ പെയിൻറ്റിംഗ് ആണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഓരോ പോർഷൻസായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഡാർക്ക് കളർ പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് വേറൊരു ലൈറ്റ് കളർ പെയിൻറ്റിങ്, അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. രണ്ട് ഡാർക്ക് കളർ പെയിൻറ്റിങ് ഇങ്ങനെ അടുത്തടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര ഒരു ഭംഗി കിട്ടില്ല. ഇങ്ങനെ പിങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ബ്ലൂ ചെയ്തപ്പം ആ ഒരു പിങ്കും ബ്ലൂ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും. ഈ ലൈറ്റ് ഷെയ്ഡിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതുപോലെ 3-4 കളർ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് പോർഷൻസ് ആയിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ എടുത്തിട്ടുണ്ട്, റെഡ് എടുത്തിട്ടുണ്ട്, ഗ്രീന്, ഓറഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ റെഡ് കളർ ചെയ്തിട്ട് എനിക്കൊരു ഭംഗി കിട്ടിയില്ല. കാരണം പിങ്കിൻ്റെ അടുത്ത് റെഡും പിങ്കും ഏകദേശം ഒരു സെയിം ആയ പോലെ തോന്നി. ഇങ്ങനെ നമുക്ക് ബ്ലാക്കും വൈറ്റും കളർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ബ്ലാക്കും വൈറ്റും കളർ കൊടുത്താൽ നല്ല ഒരു ലുക്ക് ഉണ്ടാവും കാണാൻ. ഞാനിങ്ങനെ പല കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അതിന് ശരിക്കൊരു ഫിനിഷിങ് കിട്ടിയത്. പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് നന്നായി ഉണങ്ങിയ ശേഷം നമ്മളൊരു ബ്ലാക്ക് കളർ മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ ബോർഡറൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഈ 2 കളറിൻ്റെ ആ ഒരു പാർട്ടീഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കളർ ഇങ്ങനെ ഒന്ന് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ ഈ ബ്ലാക്ക് കളർ കൊണ്ട് ഡിസൈൻ ചെയ്യണത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ കയ്യിൽ തിന്നായിട്ടുള്ള പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഈ ബോർഡർ ഡിസൈൻ ചെയ്തെടുത്താലും മതി. എങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഈ ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കളർ ചെയ്യുന്ന സമയത്ത് ഒരു പോർഷൻസിലേക്ക് അങ്ങോട്ടായാലും വലിയ കുഴപ്പമില്ല. ഈ ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ആയിക്കോളും. നമ്മൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലും ഒരു ഫ്ലവേഴ്സുമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കവർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.